Hello guys, welcome back to our channel and it's me Soul on your screen. So guys, ഇന്നത്തെ ഗെയിം കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. സോ ഗൈസ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ. കൂടുതൽ ആൾക്കാർക്ക് ഇത് അറിയാമായിരിക്കും. ഇതാണ് ഗൈസ് നമ്മളെ കാർ ഉണ്ടല്ലേ. സോ ഇതാണ് ഗൈസ് നമ്മളെ കാർ BMW M4 ഉണ്ടല്ലേ. സോ നമ്മളെ റൈഡ് തുടങ്ങിയല്ലോ. ഓക്കെ, വണ്ടി എങ്ങനെയുണ്ടെന്ന് പറയാം. പക്ഷെ അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടി ഡിഫറെൻറ്റ് കാർ കൊണ്ടുവരാം. അടുത്ത വീഡിയോയിൽ പോളോ ഉണ്ട്, നമ്മളെ പോളോ ഉണ്ട്, അത് കൊണ്ടുവരാം. സോ പറ്റുന്നൊരു ഗെയിം ട്രൈ ചെയ്ത് നോക്കും. നല്ല ഗ്രാഫിക്സാണ്, കിഡിലും ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ കിഡിലും ഗ്രാഫിക്സ് കേട്ടോ. സോ ആ പോളോ കൊണ്ടുവരണോ വേണ്ടിയോ എന്നുള്ളത് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യും. ഏതൊക്കെ വീഡിയോക്ക് ഏതൊക്കെ വണ്ടി വേണോ, ഇനിപോലെ ഈ ഗെയിം കണ്ടിന്യൂ ചെയ്യണോ അതോ CPM തന്നെ പോകണോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് സൗണ്ട്? പിന്നെ അടുത്ത മോഡ് കൊമ്പനാക്കാം ഗൈസ്. അങ്ങനെയല്ലേ പറഞ്ഞാൽ, ഇപ്പോൾ കൊമ്പനില്ല, ലൈക്ക് അടുത്ത വീഡിയോ കൊമ്പൻ കൊണ്ടുവരാം. കൊമ്പൻ കൊണ്ടുവരുന്ന കുറച്ചൊരു കഷ്ടമുള്ള പണിയാണ്, പക്ഷേ ചെയ്യും ഗൈസ്. അടുത്തല്ലേ അടുത്ത് ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ കൊമ്പൻ കൊണ്ടുവന്നു ചെറുതായിട്ടും തട്ടി കുഴപ്പമില്ല, അതല്ലേ കുഴപ്പമാണോ? സോ ഒരു മിനിറ്റ് ഗേസ്, ഒന്ന് പോസായി പോയതോ, ഒന്നുമില്ല പറഞ്ഞില്ല ഗേസ്. ഇപ്പം മഴയാട്ടോ. അങ്ങനെയുണ്ട്. ഗേസ് പിന്നെ ഈ വീഡിയോൻ്റെ അവസാനം നമ്മുടെ അടുത്ത് ഏതൊക്കെ വണ്ടി ഉണ്ടെന്നുള്ള കാണിക്കുന്നതായിരിക്കും ഗേസ്. സോ അതുമായിരിക്കും, വെയിറ്റ് ചെയ്ത് കാണും. സ്കിപ്പടിക്കരുത്. ചില ആൾക്കാരുണ്ട് അങ്ങനെയാണ്, ലൈക്ക് ലാസ്റ്റ് വരെ സ്കിപ്പടിച്ചങ്ങ് പോകും. പക്ഷെ അത് കാണിക്കരുത്, ഓക്കെ? ഒന്ന് പറപ്പിച്ചാലോ? പിന്നെന്ത്, ആക്സിലറേഷൻ കിട്ടില്ലായിട്ടുണ്ട് എൻ്റെ ബായോ. പക്ഷെ കൺട്രോൾ ഒത്തിരി പ്രശ്നമാണ്. അത് കുഴപ്പമില്ല, നമ്മൾ കൈ കൊണ്ടുവരില്ലേ. ഒന്നുമില്ല, BMW വേഴ്സസ് MG കോമറ്റ്. ചെറിയൊരു ആക്സിഡൻ്റ് ആണ്. എൻ്റെ മോനെ ഇടീൻ്റെ സൗണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ എന്തോ റെയിനി സീസണാന്ന് തോന്നുട്ടോ, അമ്മാതിരി മഴ ഇടിയുക. എന്തല്ലേ റിയലിസ്റ്റിക്. അപ്പോൾ എന്താണ് നമ്മൾ ഈ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ വിട്ടതെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമില്ല, ഒരു ഇത് കിട്ടുന്നില്ല. എന്താ പറയുക, ഒരുമാതിരി രസമില്ല, ബോറടിക്കുന്നു, ഗെയിം ബോറടിക്കുന്നു, വേറെ ഒന്നുമില്ല. സോ ഒരു 5 മിനിറ്റ് ഇപ്പം കാണാം. തിരിച്ചു വന്നിരിക്കുകയാണ് ഗേസ്. അതൊന്നുമില്ല, ഒരു കൊമേറിക്കൽ ബ്രേക്ക് ആണ് കേട്ടോ, അതുകൊണ്ടാണ് നിർത്തിയത്. ആഡൊക്കെ വരും, അതുകൊണ്ടാണ്. സോ ഇതെന്താണ്, ടോളിൻ്റെ ഒരു ഇതാണോ? ഇതെന്താണ് സൈസ്? അവിടെ ഇവിടെ നിന്ന് ടോളാണല്ലോ. കൊമേറിക്കൽ ബ്രേക്കിൻ്റെ മുന്നേ ടോളായിരുന്നു. പിന്നെ വണ്ടി അങ്ങനെ നോക്കണ്ട കേട്ടോ, അമ്മരഴുക്കാണ്. മഴ കൂടെ വന്നപ്പോൾ അമ്മരഴുക്കായി. കാണിച്ചു തരാം നമുക്ക്. ഈ വൈപ്പർ എന്തിനാണ് ഇനിയും പോയിക്കൊണ്ടിരിക്കുന്നത്? എന്തൊറ്റി ആ ഒറ്റ അവിടെ നിൽക്ക് പോയി അവിടെ നിട്ട്. അഴുക്ക് കണ്ടോ?
ഗൈസ് എന്തല്ലേ അമ്മായി മഴയാണ് ഇവിടെ പെയ്തത്. ആൻഡ് ഗൈസ് M4 എങ്ങനെയുണ്ട് ഗൈസ്? പിന്നെ ഞാൻ ഈ മോഡ് എങ്ങനെയാണ് എടുത്തതെന്നുള്ളത് വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഒരു ഷോർട്സ് ആക്കി ഇടാം കേട്ടോ. സ്റ്റാർട്ടിങ് സൗണ്ട് കണ്ടോ? എങ്ങനെ സൗണ്ട്? സോ ഇങ്ങോട്ട് വിട്ടാലോ? ആക്സിലറേഷൻ കിട്ടില്ല കേട്ടോ. കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വേറെ ലെവല്. തൊട്ടവിടെ പറക്കും വേണ്ടി അമ്മാര് ആക്സിലറേഷൻ. കുറേ വണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് പോളോ ഉണ്ട്, ഇന്നോവ ഉണ്ട്. ഒന്നുമില്ലാത്തൊരു ആക്സിലറേഷൻ ഇതിന്. അത് പോളോ എന്ന് പറഞ്ഞാൽ വേറെ പോളോ ഒന്നല്ല കേട്ടോ, നിങ്ങളെ കണ്ട പോളോ ഒന്നല്ല, ഇതൊരു വേറെ സാധനം. ഒന്ന് പെട്ടെന്ന് പോടേ കോമറ്റായത് എന്താണ്? ഇവിടെ ഒന്ന് പോടോ. സോ ഗസ് പിന്നെ ഒരു ഹെൽപ്പ് ചെയ്യണം ഗസ്. നമ്മൾ ഈ ലൈക്ക് ബട്ടൺ ഇല്ലേ, അത് വെറുതെ ഇരിക്കണം ഗസ്, അതങ്ങനെ അടിച്ച് പൊളിച്ച് കളഞ്ഞത്. പിന്നെ നോബഡി ഷുഡ് ഫോർഗെറ്റ് ദാറ്റ് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഏത് വണ്ടി വേണം എന്നുള്ള കമൻറ്റ് ചെയ്തേ പറ്റൂ. ഇല്ലേ അടുത്ത വീഡിയോ M4 തന്നെ വരും. ഇല്ല കേട്ടോ, അടുത്ത വീഡിയോയിൽ ഇന്നോവ ഉണ്ട് ഗൈസ്. ഇന്നോവ എല്ലാം മോഡിഫൈഡ് വണ്ടി. ഈ M4 ഒഴികെ എല്ലാം മോഡിഫൈഡ് വണ്ടിയാണ്. ഇല്ല M4ഉം സ്കൈലൈൻ ഒന്നുണ്ട് കേട്ടോ ഗൈസ്. ഈ രണ്ടും ഒഴികെ ബാക്കി എല്ലാം ഇതാണ് എന്തേ കസ്റ്റമൈസ്ഡ്. ആ കസ്റ്റമൈസ് ചെറിയ കസ്റ്റമൈസ് ഉണ്ടെന്നല്ല, ഇത് പൊളിച്ചെടുക്കുക. സോ ഗൈസ് ഇവിടെ വല്ലാത്ത ട്രാഫിക് കേട്ടോ. കണ്ടില്ലേ എനിക്കുള്ളൊരു റെസ്പെക്റ്റാണ്, കണ്ടില്ലേ? താങ്ക് യു ബ്രോ. കണ്ടില്ലേ ബസ്സുകാരൻ വരെ മാറും നമ്മളെ ഹോണിൻ്റെ ഒരു പവർ കേട്ടാ. അതുകൊണ്ട് എല്ലാത്തിനും വേണ്ടി പറ്റും. അല്ല പിന്നെ നമ്മളോടാണ് കളി. ഓക്കെ ഏട്ടാ, ബൈ ബ്രോ മാറു ബ്രോ. എന്താണ് ബ്രോ? ഒരു ഹോണ് പോരെ എനിക്ക്. ബ്രോ മാറിക്കോ കഴിയുന്ന മാറിക്കോ, ഓട് അങ്ങനെയുണ്ട്. നമ്മളോടാണോ കളി? എങ്ങനെയുണ്ട് മീൻസ് എല്ലാത്തിനും വഴി വരും, ഒരുത്തനും നിൽക്കരുത്. ഇവനെന്ത് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് അവിടെ നിൽക്കണം? പോടേ ഇവര് മാത്രമൊന്നുമല്ല, ബസ്സും പോവും, പോലീസും പോവും, പിന്നെ ആംബുലൻസും പോവും. അതാണ് എല്ലാവർക്കും ഉള്ളൊരു പേടിയാണ്. ഈയൊക്കെ എന്താ മാറിക്കൂടി? പോടോ. എന്താണ് എനിക്ക് മാറിക്കൂടേന്നു. സോ പോടാ ഇയാളിതെന്താണ് എടോ? പുളങ്ക് പെർഗി അല്ലേ? അത് പുളങ്ക് പെർഗി എന്നല്ലേ? പൂലാങ് പെർഗിയാണ് കേട്ടോ വണ്ടി പേര്. നല്ല സൈസ് ഉണ്ട് വണ്ടിക്ക്. ഒരു ചെറിയൊരു ചുറ്റിയിലോ ചെറിയ സ്ഥലം നല്ല രസമുണ്ടാവും. എനിക്ക് ചെറിയ റോഡ് നല്ല ഇഷ്ടമാണ്. ഈ ഹൈവേ ഒക്കെ ഓടിക്കുന്ന ബോറിങ് ആയിരുന്നു, വെറുതെ ബോറടിക്കും. ശരിക്കും ഇത് റോങ്ങുകയാണ്, ബട്ട് ഹൂ കെയർസ്? നമ്മളൊന്നും ഒരുത്തനും നോക്കൂല കേടാ. ഒന്നും ഒരു കുഴപ്പമില്ല. ഈനോണേ വന്നു, ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ ഡ്രൈവിംഗ് സ്കിൽസ് എങ്ങനെയുണ്ട്? സോ അണ്ണ പ്രൊഫഷണൽ. അതൊക്കെ എന്ത് എൻ്റെ എങ്ങനെയുണ്ട്?
ഈ ഒരു വഴി കണ്ട, ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു വഴി. ഇതിനുള്ളിൽ കയറ്റാൻ പറ്റുമോ നോക്കല്ലോ. ഉള്ളിൽ കയറില്ല. വാ വന്നേ. എവിടെ പോന്നു? എന്തൊരു പോയെ. ഓക്കെ ഗൈസ്, അപ്പോൾ തിരിച്ച് റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒറ്റ മിനിറ്റ്, നീ എത്തിയിട്ടില്ല. എത്തുന്നു. ആ പോട്ടെ. അങ്ങോട്ട്. ഇന്തോനേഷ്യൻ്റെ ഫ്ലാഗ് ഉണ്ട്. യെസ്, പിന്നെ നമ്മളുടെ അടുത്ത് വേറൊരു അക്കൗണ്ട് ഉണ്ട് യെസ്. പക്ഷെ അതിൽ ഒരു കിടില സാധനമുണ്ട്. ആർക്കും മറ്റേ കിങ് ഓഫ് കോത്ത സിനിമയില്ലേ, മറ്റേ ദുൽഖർ സൽമാൻ്റെ DQ, അതിൽ ദുൽഖർ യൂസ് ചെയ്യുന്ന ആ ഒരു മേഴ്സഡീസ് ഇല്ലേ, അത് തന്നെ സാധനം കേസ്. കിടില സാധനം, ബ്ലാക്ക് കളർ, തൊട്ട പറക്കും, M4 പോലെ തന്നെ. അത് അത്ര കസ്റ്റമൈസ്ഡൊന്നുമല്ല, ഒരു ചെറിയ രീതിക്ക് ഒരു കസ്റ്റമൈസേഷൻ. അത് വെറുതെ തൊട്ടുവിട്ടു, അത്രേ ഉള്ളൂ, പറഞ്ഞില്ല. മാറടി അണ്ണനെ റെസ്പെക്റ്റ് വേണം കേട്ടല്ലോ. അപ്പോൾ ഓക്കെ ബൈ. ഇനി ഞാൻ ഹോൺ തൊടില്ല. ഫുൾ സ്കിൽസേ ഉള്ളൂ. അമ്മേ ഡബോ, സ്കിൽസ് ഓൺലി. പോട്ടെ. യെസ്, ഇതിപ്പോൾ വല്ലാത്ത ഗുലുമാലായല്ലോ. ഇന്ന് ഇങ്ങനെ തിരിയണം. എൻ്റെ അമ്മ. ഫിസിക്സില്ലേ, ഡ്രൈവ് ഫിസിക്സ് കിട്ടില്ല കേട്ടോ. ശരിക്കും ഒരു ബസ് ഗെയിമാണ്. അതുകൊണ്ടാണ് ഞാൻ കൊമ്പം കൊണ്ടുവന്നല്ലോ എന്നുള്ളത്. ഇല്ലേ നമ്മളെ ഇത് തന്നെ നോർമൽ വണ്ടി, അത് പക്ഷേ അത് ഇഷ്ടമല്ല. ആന്നും കൊണ്ടുവരും. അതൊരു പൊട്ട വണ്ടിയാണ് എന്നുവെച്ചാൽ പറയാൻ പറ്റില്ല. ബിഗിനേഴ്സ് വണ്ടി, ബിഗിനേഴ്സിനൊരു കിങ്. നമുക്ക് അങ്ങനെയല്ല, നമ്മളൊക്കെ പ്രോപ്പർ അല്ലല്ല. നമ്മളൊക്കെ എന്തേ, നമുക്ക് ഒന്നീ മോഡ് ഇല്ലേ മറ്റേ വണ്ടി, ഇതൊക്കെ പറ്റും. മറ്റേ ഒന്നും ഓടിക്കാൻ പറ്റില്ല അല്ലേ, പ്രൊഫഷണൽസ്. അല്ല, ഇതിപ്പോൾ എന്തിനാണ് U-turn ഇടാൻ പറഞ്ഞത്? വെറുതെ സമയം വേസ്റ്റ്. എനിക്ക് ഹൈവേ ഒന്ന് വിട്ട് കിട്ടിയാൽ തന്നെ മതി, ഹാപ്പി. ഇത് വല്ലാത്ത ചുറ്റലാണ് ഇവിടെ. നമുക്കൊന്ന് വെറുതെ ഒന്ന് വണ്ടി ഒന്ന് മാറ്റിയെടുത്താലോ, ഇന്നോവയാക്കാം. സോ സൈഡാക്കൂ. സോ വണ്ടി മാറ്റിയിട്ട് കാണാം. ബൈ. അങ്ങനെ ഗായ്സ്, വണ്ടി ആയിട്ട് വന്നിട്ടുണ്ട്. സോ വേറെ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം ഇന്നോവ. ഇന്നോവ ഒരു ട്രാവൽസ് ആണ്. എങ്ങനെയുണ്ട്? വണ്ടി ഇഷ്ടമായ കമൻറ്റ് ഉറപ്പായിട്ടും ചെയ്യണം. സോ നെക്സ്റ്റ് വീഡിയോ പോളോ ആയിരിക്കും, അതുകൊണ്ടാണ് പോളോ എടുത്താൽ മതി. വരോ ഗൈസ്. പിന്നെ ഈ വണ്ടിക്കാണെങ്കിൽ സമയം നോക്കണ്ട കേട്ടോ, അതൊക്കെ ഫുൾ തെറ്റ്. ഓ വെയിറ്റ് ഒരു മിനിറ്റ് വന്നിരിക്കുന്നു. പോയാലോ, ഒരു മിനിറ്റ്. നമ്മുടെ ചാനൽ ഇപ്പോൾ 17 സബ്സ്ക്രൈബേഴ്സ് എന്ന് തോന്നുന്നു കേട്ടോ. 17 16 17 എന്ന് തോന്നുന്നു. ഓക്കെ, എന്താണിത്? ഇടിക്കില്ല ബ്രോ. ഞാൻ മിററിൽ കൂടെ നോക്കിയപ്പോ മൂപ്പർ ഇടിക്കാൻ വരുന്ന പോലെ വന്നത്. എന്താണ് ബ്രോ? ഗൈസ്, പിന്നെ ഇന്നോവ കണ്ടില്ലേ, ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉള്ളിലൊക്കെ ലൈറ്റ് ആവും. കണ്ടാ, ആ സ്പീഡോ മീറ്റർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നോക്കളെ, സ്പീഡോ മീറ്റർ നോക്കളെ, കണ്ടാ തിളങ്ങുന്നുണ്ടോ?
ഇതൊക്കെയാണ് കേസ്. ഇന്നോവമേ അയ്യോ, ഇപ്പം ഇന്നോവ ഗുനോമയാണ് കേസ്. കേസ് നിങ്ങൾ ഈ ഇന്നോവയാണോ ഇഷ്ടമായത് അത് M4 ആണെന്ന് പറയണേ. എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ M4 തന്നെയാണ് പറയും. ഇതിൻ്റെ സൗണ്ട് ഒരു ഭയങ്കര സൗണ്ട് തന്നെ, ഇടേ ബുറും തന്നെ. പിന്നെ നമ്മൾ വീഡിയോ കാണുന്ന ആരൊക്കെ ഈ കീബോർഡ് യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ. ആൻഡ് ലാസ്റ്റ് ടൈം നമ്മൾ KGFലെ ആ ഒരു BGM മ്യൂസിക്കില്ലേ, അതിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. സോ അത് ആർക്കൊക്കെ യൂസ്ഫുൾ ആയെന്ന് അറിയാൻ വേണ്ടിയിട്ടുണ്ട്. ഗൈസ് 15 minutes ആയി ഗൈസ് വീഡിയോ. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഒരു 30 minutes ഉണ്ട് ടൈം, 30 minutes. ഇവിടെ എന്തോ ഉണ്ടല്ലോ, നമ്മൾ വെറുതെ ഉണ്ടോ എന്തുണ്ടായാലും. അല്ല വേണ്ട, നോക്കട്ടെ വെറുതെ എന്തിനാ ടൈം വേസ്റ്റാണ്. എന്താ എൻ്റെ മോനെ, നല്ല ട്രാഫിക് ആയിട്ടോ. പിന്നെ നിങ്ങൾ ആരും ലൈക്ക് ചെയ്യണില്ല, അതെന്താണിത്? ഒന്ന് ലൈക്ക് ചെയ്യുക ഗൈസ്, ലൈക്ക് ചെയ്ത് സഹായിക്കൂ പ്ലീസ്. ഒന്ന് ലൈക്ക് ചെയ്ത് സഹായിക്കണം പ്ലീസ്. ഇങ്ങോട്ട് എൻ്റെ മോനെ ഇവിടെ നമ്മ അണ്ണനോട് സ്കിൽസ്. പക്ഷേ ഈ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ വണ്ടി ചളിയാകുമ്പോൾ ഉള്ളിലൊക്കെ ചളിയാവുന്ന പോലെയാവും. നിങ്ങളിപ്പോൾ M4 വരെ കണ്ടില്ലേ, M4 പുറത്ത് ചളിയായപ്പോൾ ഉള്ളിൽ ഫുള്ള് ചളിയായി. അതെന്താണ് സംഭവം എന്ന് അറിയാത്തത്. അതെന്തെങ്കിലും ഗ്ലിച്ചാണോ അല്ല ഞാൻ മാറ്റം എന്താണോ അതാണ് എനിക്കറിയാത്തത്. എനിക്ക് തോന്നണം ഗ്ലിച്ചാണെന്നാണ്. ബിക്കോസ് ഞാൻ മാറ്റേണ്ടത് അങ്ങനെയല്ല. ബിക്കോസ് ഞാൻ ഈ ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് മോഡ് എടുത്ത് 2-3 പ്രാവശ്യം ഓടിച്ച് ഇപ്പോൾ വീഡിയോയിലിടുന്നു, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. മനസ്സിലായില്ലേ? ഞാൻ സെറ്റിംഗ് ഒന്നും മാറ്റില്ല. ഇതെന്തിനാണ് ഈ എന്തിനാ വൈപ്പർ ഓടുന്നത്? ഏയ് ബ്രോ അങ്ങനെയൊക്കെ അറിയാം. ഗൈസ് സോ അടുത്ത വീഡിയോ ഇന്നോവ വെച്ചൊരു ട്രിപ്പ് പോകാന്നുള്ളതില്ല. ഇത് ഏതെങ്കിലും വീഡിയോ നമ്മൾ ട്രിപ്പ് പോകും കേട്ടോ ഗൈസ്. ബിക്കോസ് ഇന്നോവ ഇസ് മെയ്ഡ് ഫോർ ദാറ്റ്. നമ്മളെ വണ്ടി കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും, ട്രാവലറാണ്. അങ്ങനെയല്ല, ഈ ട്രിപ്പൊക്കെ പോകുന്ന ടൈപ്പ് ഇന്നോവ ഇല്ലേ, മോഡിഫൈ ചെയ്തിട്ടുള്ളത്, അതാണ് നമ്മളെ സാധനം. സോ ട്രിപ്പൊക്കെ പോകാൻ വേണ്ടി യെസ് ഒരു 5 minute റെസ്റ്റ് വേണം, ഇല്ല ഇപ്പോൾ പോകേണ്ടി വരും. തിരി യെസ് എങ്ങനെയുണ്ട് ഇന്നോവ? അവിടെ അതിൻ്റെ ഉള്ളിലോ? അതിൻ്റെ ഉള്ളിൽ തന്നെ ചളിയായി. യെസ് എങ്ങനെയുണ്ട് ഇത്? ഈ മോഡൽ വെച്ചാൽ ടൊയോട്ട ഇന്നോവ 2012 മോഡലാണ് യെസ്. ഇങ്ങനെയുണ്ട്, ബ്ലാക്ക് കളർ സീന് സാധനം. എന്താ എഴുതിയിട്ടുണ്ടല്ലോ, എന്ത് ജാനോക്കോ കിജാങ് ഇന്നോവ കൊഹൂനി എന്നുവെച്ചാൽ എന്താണെന്ന് എന്നോട് ചോദിക്കുന്നത് ഗൈസ്. ബിക്കോസ് ഈ വണ്ടി ഞാൻ ഉണ്ടാക്കിയതല്ല, പക്ഷെ എൻ്റെ പേരിലാണ്, ഞാൻ കസ്റ്റമൈസ് ചെയ്തതൊന്നുമല്ല, പക്ഷേ എൻ്റെ വണ്ടിയാണ്, അതേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. സീലിന് എടുക്കാൻ പറ്റണം, പറ്റിയില്ലേ നമ്മൾ പറ്റിക്കും അല്ലേ? അങ്ങനത്തെ അടിക്കല്ലേ തട്ടേ അത്രേ ഉള്ളൂ പോട്ടെ.
ഇത്രയേ ഉള്ളൂ. എന്ത് ഇതൊക്കെ നിസ്സാരം, നമ്മളെ കൊണ്ടേ പറ്റുമേ. ഇതെന്ത് പാലോ? അവിടെ ഇതെന്താടാ? പാലോ? അല്ല പാലല്ല. അയ്യോ അയ്യോ, സോറി ചമ്മിപ്പിച്ച. വെറുതെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇത് നമ്മളെ റൂട്ടല്ല കേട്ടോ, വെറുതെ ഒരു എക്സ്പ്ലോറേഷൻ. ഇവിടെ ഇതെന്താണ്? ഇവിടെയൊക്കെ റോഡുണ്ട്. ഇതെന്ത് വീട്? എന്താ ഇവിടെ? റോഡില്ലേ? റോഡുണ്ടോ ഇല്ലയോ? പോവോ വണ്ടി? റോഡുണ്ട്. ഓക്കെ പോട്ടെ. എൻ്റെ അമ്മേ. പിന്നെ ഞാൻ ചില വീഡിയോസ് കാണാറുണ്ട്, ലൈക്ക് ഈ ഇതേപോലെ ചെറിയ റോഡുകളിൽ പോയിട്ട് ഈ ഒരുമാതിരി കേവുകൾ കണ്ടുപിടിക്കണേ, ലൈക്ക് എന്താ പറയുക, ലൈക്ക് ഗുണ കേവ് കണ്ടിട്ടില്ലേ? അതേപോലത്തെ കുറച്ച് സംഭവങ്ങൾ. അതാണോ എന്ന് എനിക്കൊരു നല്ല ഡൗട്ടുണ്ട്, നല്ല ബലമായ സംശയമുണ്ട്. ഇത് അതേ റൂട്ട് തന്നെയാണ്. റിവേഴ്സ് വന്നേ. അടക്കം. ഇനി നമുക്ക് കാലുകൊണ്ട് നടക്കാം. പിന്നെ അടക്കട്ടെ. അവിടെ നിന്നോളണം, അവിടെയും പോയി പോട്ടെ. ഇത് അത് തന്നെയാണ്. എടാ ആണടാ. എന്താ വഴി ചെറുതോ? അല്ലല്ല, ഇത് കുറേ ഉണ്ട്. അപ്പോൾ ഇത് നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഇനി അടങ്ങും എന്നൊരു വാശിയിൽ നമ്മൾ അങ്ങോട്ട് പോകുന്നതാണ് ഗൈസ്. അല്ലാതെ വേറൊന്നുമല്ല. സോ എന്തായാലും ഒരു ഹോണം അടിക്കുക ഗൈസ്. ആരെങ്കിലും വന്നാൽ എന്ത് ചെയ്യും? സൈഡൊന്നും വരല്ലേ? പോയി. ഇതെന്താണ്? ഫോട്ടോ ഉണ്ട്. എനിക്ക് ഈ ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഇല്ലേ, അത് ഏത് ഗെയിമായാലും, ഡീറ്റെയിലിങ്ങൾ ഏത് ഗെയിമായാലും എനിക്ക് അതേ ഇഷ്ടം. അതൊരു വേറെ ലെവൽ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതിലൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോകണം? ഇതൊക്കെ എന്താണോ? ഇത് എന്താണ്? എങ്ങോട്ട് തിരിച്ചാലും അങ്ങോട്ട്. ഇമ്മാതിരി റോഡൊക്കെ എങ്ങനെ കണ്ടുപിടിക്കണമെന്നാണ് എനിക്ക് പോലും അറിയില്ല. ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് എനിക്ക് പോലും അറിയില്ല സത്യമായിട്ടും. ഞാൻ വെറുതെ കയറി ഒരു രസത്തിന് കയറി നോക്കാനോ നോക്കിയപ്പോൾ ഇത് ഏതോ ഒരു കാട്ടിലെത്തി. അതിപ്പോൾ എന്താണ്? റോഡ് കഴിഞ്ഞതുണ്ടോ? അവിടെ എനിക്കൊന്നും നിക്ക് ആണ് ഇറങ്ങി നോക്കണോ? പ്രശ്നമാവോ? കുഴപ്പമില്ല. ഇത് അത് തന്നെയാണ്. എന്താണ്? ഞാൻ പറഞ്ഞില്ലേ? എന്റെ മോനെ, എടി ഇതെന്താടാ? ഇതെന്താണ് സ്ഥലം? എൻ്റെ ഇന്നോവാടെ ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്താണ് പോടാ? ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കേറ്. എന്താണോ? കേറ് മനുഷ്യ, ഇങ്ങനെ ചെയ്യണേ. എൻ്റെ ഇവനാ ഗസ് കയറുന്നില്ല. സോ നീ എന്ത്
ഗൈസ് എന്തോ വേറെ ഏതോ ഒരു ലാംഗ്വേജിൽ എഴുതിയിട്ടുണ്ട്. സോ പക്ഷെ ഇപ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇനി ഇവിടുന്ന് എങ്ങനെ തിരിച്ചു പോവും എനിക്കും അറിയില്ല ഗൈസ്. അത് ഇതുവരെ ആയിരിക്കും ആരെങ്കിലും ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പറയട്ടോ. എന്നിട്ട് ഇവിടുന്ന് എങ്ങനെയാണെന്ന് രക്ഷപ്പെടുക. എൻ്റെ അമ്മോ എന്നാ രക്ഷിക്കണേ കുട്ടേട്ടോ, രക്ഷിക്കണേ. ഇവിടെ എന്താണ് ഷോ ഇതിപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ട് അടാ എനിക്കൊരു ഐഡിയ കിട്ടി. എങ്ങനെ കണ്ടില്ലേ, നമ്മൾ ഇന്നോവൻ്റെ അടുത്ത് തന്നെ അടിച്ചു. ഒന്നും ആയില്ലല്ലോ എൻ്റെ അമ്മോ. ഗൈസ് ഇത് ഇവിടത്തേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഗൈസ് ഇപ്പോൾ പറയാൻ പോണേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കാറ് പുറത്തല്ലേ. സോ ഈ ഏറോ മാർക്കും ഒരു സർക്കിളും ഉള്ളില്ലേ, അത് നിങ്ങളൊന്ന് മെല്ലെ അമർത്തിയാൽ മതി, പറന്ന് ഇവിടെ കിട്ടും. സോ ഗൈസ് നമ്മൾ ഇവിടുന്ന് പോന്നു. എന്നിട്ട് ആ റോഡ് എത്തുന്നതോടെ വീഡിയോ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ സ്ട്രൈറ്റ് ഗരാജിൽ പോന്നു, വണ്ടിയൊക്കെ കാണിക്കുന്നു, വീഡിയോ അവിടത്തോടെ എൻഡ് ചെയ്യുന്നു. അത്രയൊക്കെ ഓക്കെ. തിരി മോനെ തിരി 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 തിരി. ഇവിടെ കുറേ ദൂരം വന്നു കിട്ടും. നമ്മൾ പറയുന്നില്ല ഇതിപ്പോൾ എന്തിനാണ് ഫോൺ അടിക്കുന്നത്, ആരാണ് അടിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഏതാണ് സ്ഥലം, ഇത് പുതിയ അച്ചീവ്മെൻ്റ് ആണ് തോന്നുന്നു കേട്ടോ. എൻ്റെ മേ അടിക്കല്ലേ. ഇന്നോവ എൻ്റെ ഫേവറേറ്റ് വണ്ടി കേട്ടോ. ഇന്നോവ ഫാൻസ് ഉണ്ടെങ്കിൽ സോ ഡു ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ്. പോലെ എവിടെ ഡ്രസ്സ് ട്ടെ. എൻ്റെ അടുത്തുണ്ട് കേട്ടോ ഒരു ഇന്നോവ. ഇങ്ങനെ തോന്നില്ല, ഒരു ചെറിയ റെഡില്ലേ നമ്മളേത് M4ൻ്റെ കളറിലുള്ള ഇതേ മോഡൽ തന്നെ ഇന്നോവ 2012 മോഡൽ. ഇങ്ങനത്തെ ട്രാവൽസ് ഒന്നുമല്ല, നമ്മുടെ നാട്ടിലാട്ടില്ല കേട്ടോ. നാട്ടിലാണുള്ളത്, പക്ഷെ ഇവിടെ അല്ല, നാട്ടിൽ. ഇവിടെ എൻ്റെ അടുത്തുള്ള വണ്ടിയെന്ന് വെച്ചാൽ ഒരു ടാറ്റ ടിഗോർ, മറ്റേ എന്താ പറയുക, ഒരു നീല കളർ. ഒരു സൈഡ് നോക്കിയാൽ ബ്ലാക്ക്, ഒരു സൈഡ് നോക്കിയാൽ നീലയും കാണുന്ന രീതിയിലുള്ള ഒരു കളറില്ലേ, വല്ലാണ്ട് ഡാർക്കായിട്ടുള്ളൊരു ബ്ലൂ ഇല്ലേ, ആ കളർ. സീന് കളറാട്ടോ അത്. നമ്മൾ റോഡെത്തി. സോ നമ്മളങ്ങനെ റോഡെത്തി ഗൈസ്. സോ ഇനി നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഗരാജ് കാണിക്കുന്നു, വണ്ടിയൊക്കെ കാണിക്കുന്നു, എന്ന് നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. സോ ഗരാജ് എത്തിയിരിക്കണം. ബൈ ബൈ ഗായ്സ്. അങ്ങനെ ഗരാജ് എത്തി. സോ നമ്മൾ ഇന്നോവ ഇവിടെ ഉണ്ട് ഗൈസ്. ഇന്നോവ ആകെ ചളി കേട്ടോ. ചളിയെന്ന് പറഞ്ഞാൽ ചളിയെ കുളിച്ചു അല്ലേ. സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് കാർ. സോ നെക്സ്റ്റ് നമ്മളെ ബസ് തന്നെ ഗൈസ്. ഇതെല്ലാവർക്കും അറിയാവുന്ന ആ ബസ് തന്നെ, അത് തന്നെ ഗൈസ്, നമ്മളെ ഇത് ബിഗിനർ വണ്ടി. സോ അടുത്ത് നിസാൻ GTR സ്കൈലൈൻ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ വണ്ടി. ഞാൻ പറഞ്ഞില്ല ഒരു സ്കൈലൈൻ ഉണ്ടെന്ന്. ഇത് സ്റ്റോക്ക് സാധനം, ഒരു ഡൗട്ടും ഇല്ല മോനെ, സ്റ്റോക്ക് സാധനം. സോ എങ്ങനെ ഉണ്ടെന്ന് പറയാം. സോ നെക്സ്റ്റ് കൊടുത്താണ് അറിയാം. ഐ തിങ്ക് അടുത്തത് പോളോ, ഇല്ലെങ്കിൽ നമ്മളിത് M4. സോ പോളോ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലെറ്റ്സ് ഗോ. പോളോ തന്നെ മോനെ, പോളോ തന്നെ. സോ ഗൈസ് അടുത്ത വീഡിയോ വരുമ്പോൾ വേണ്ട, ഇപ്പം തന്നെ ചെയ്തേക്കാം. ഇപ്പം തന്നെ അത് ക്ലീൻ ചെയ്ത് നോക്കും ഗൈസ്. നോക്കൂ, ഒരു ഡൗട്ടും വേണ്ട. പൈസ പോകുന്നാണെ പോട്ടെ. ഇങ്ങനെയുണ്ട് ഗൈസ് കളർ സീനില്ലേ അതെ. എങ്ങനെയുണ്ട് ഗൈസ്? സോ അടുത്ത വീഡിയോ ഈ വണ്ടി വേണമെങ്കിലും കമൻറ്റ് ചെയ്യൂ. സോ let's go to the next one. M4. All out M4.
M4 സോ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും മോഡ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ എടുക്കുന്നതായിരിക്കും. പക്ഷേ കുഴപ്പം എന്താണെന്ന് പറയട്ടെ, ഈ വണ്ടിക്ക് കുറവാണ് ഡാമേജ് 93% ഉള്ളൂ കേട്ടോ. സോ എനിക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, റിപ്പയർ എത്ര ആകുമ്പോഴത്തേലും റിപ്പയർ ആവില്ല. കണ്ടില്ല, റിപ്പയർ എന്ന് പറഞ്ഞത് ഗ്രീൻ ആവുന്നില്ല, അതാണ് പ്രശ്നം. ഞാൻ ഈ വീഡിയോൻ്റെ ആദ്യം തന്നെ ഞാൻ നോക്കിയായിരുന്നു, അതുകൊണ്ട് ആ വണ്ടി കൊണ്ടുവരുമ്പോൾ തന്നെ അഴുക്കായത്. സോ bye. So we are about to wind up and see you in the next video. Bye.